ഒരു ഞായറാഴ്ചയായിട്ട് വെറുതെ വീട്ടിൽ കയറി ഇരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് പെട്രോൾ ഒഴിച്ച് കുറച്ച് ചങ്കുകളെ വിളിച്ചുകൊണ്ട് നേരെ വിട്ട് നമ്മളെ തെക്കൻ കുരിശുമല ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹൈവേ വഴിയാണ് കയറിപ്പോയത്. നെയ്യാറ്റിൻകര എത്തിയപ്പോഴേക്കും നിർത്തി നമ്മൾ 2 കോഫി അങ്ങ് കുടിച്ച്. റോഡെന്നൊക്കെ പറഞ്ഞാൽ നല്ല കിടില റോഡ്, പ്രത്യേകിച്ച് ആ പ്രകൃതി സൗന്ദര്യം അത് നമ്മൾ ആസ്വദിക്കാൻ തന്നെ വേണം. തെക്കൻ കുരിശുമല തീർത്ഥാടനം നടക്കുകയാണെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല കേട്ടോ. കുരിശുമല വന്നതാണ്. ഒടുക്കത്തെ ആളായതുകൊണ്ട് നമ്മൾ കയറണില്ല, നമ്മൾ തിരിച്ചു പോകും. നമ്മളെല്ലാവരും കടുത്ത ഇൻവേർട്ടർ ആയതുകൊണ്ട് നമ്മൾ കയറുന്നില്ല, നേരെ അടുത്ത സ്പോട്ട് വിടാൻ പോവുകയാണ്. എവിടെയെങ്കിലൊക്കെ പോവാം, ഞായറാഴ്ചയല്ലേ, വീട്ടിൽ പോയിട്ട് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ വായി തോന്നിയതൊക്കെ ക്യാമറയിൽ വിളിച്ചു പറഞ്ഞിട്ട് നേരെ അപ്പുറത്തുള്ള കാളിമലയിൽ ചെന്ന് കയറി. കാളിമല പകുതി ആകുമ്പോഴേക്കും നമ്മളെ വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാം. പിന്നെ ആണ്ട് ഈ വ്യൂവും കിട്ടും. ജീപ്പ് സഫാരി നമ്മൾക്കുള്ളതല്ല കേട്ടോ, ഫോറസ്റ്റിൻ്റെതാണ്. ഈ സൗണ്ട് ഈ കാടിനൊരു നിഗൂഢത നൽകുന്നുണ്ട്. മല കയറി പകുതി ആയപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ക്ഷീണിതനായിട്ട് ഇരിക്കാൻ തുടങ്ങി. എൻ്റെ ഷർട്ടൊക്കെ എടുത്ത് പിഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വേർപ്പ് കിട്ടും. അങ്ങനെ അവസാനം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. കാളിമലയിലെ ക്ഷേത്രമാണ് അത്. ഇപ്പുറത്ത് കാളിമലയും അപ്പുറത്ത് കുരിശുമലയാണ് കേട്ടോ. എല്ലാ കൂട്ടത്തിലും ഇവനെപ്പോലെ ഒരുത്തൻ കാണും. എവിടെ പോയാലും ഉറക്കം. തണ്ണിമത്തൻ ജ്യൂസ് കിട്ടി മോളിൽ ചെന്നപ്പം. തണ്ണിമത്തൻ കിട്ടി അവൻ കണ്ണാടി വയ്ക്കും. ഇവനെപ്പോലെ ഒരു അരക്കിറുക്ക് ചെറുകെ എല്ലാ കൂട്ടത്തിലും കാണും. വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരൊക്കെ ചോദിക്കും, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ മലയും കുന്നൊക്കെ കയറി നിരങ്ങണേന്ന്. പക്ഷേ അവർക്കൊന്നും ഈ ഫീൽ കിട്ടൂല. കഷ്ടപ്പെട്ട് മുകളിൽ നിരഞ്ഞ് കയറിയിട്ട് ഈ വ്യൂ കാണുമ്പോൾ ആ മനസ്സിലുള്ള സുഖം ഉണ്ടല്ലോ, അത് വേറെ. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി മുകളിലാണ് ഈ മല നിൽക്കുന്നത്, ഈ കാളിമലയും കുരിശുമലയും. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ വ്യൂ ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലേ. മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ഇവിടെ വേറൊരു ക്ലൈമറ്റ് തന്നെയാണ്, സൂപ്പറാണ് കാണാൻ. ഇങ്ങനത്തെ ട്രാവൽ വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്തിരിക്കണേ.